അച്ഛൻ 54 വർഷം MLA ആയിരുന്നു. 13 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 20-ലധികം തവണ മന്ത്രിയായിരുന്നു. അതായത് അത്രയും വലിയൊരു ദീർഘകാലം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിന്ന അദ്ദേഹത്തെ താങ്കളുടെ ചെറുപ്പകാലത്തിൽ എങ്ങനെയാണ് ശരിക്കും, നമുക്കൊക്കെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ അല്ലേ? എല്ലാ കുട്ടികൾക്കും, എല്ലാ ആൺകുട്ടികൾക്കും അച്ഛൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ശരിക്കും ഒരു റിയൽ ഹീറോ ആയിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ, താങ്കളുടെ ഒരു ചെറുപ്പകാലത്ത് ഞാൻ അത്ര ഹീറോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് അപ്പം ഒരു എന്താണ് രാഷ്ട്രീയ പ്രവർത്തകൻ, അപ്പോൾ രാഷ്ട്രീയം എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണുന്ന വെള്ളയും ആക്ച്വലി ഈ വയസ്സ് ജുബയാണ് ഇടാറുള്ളത്. അപ്പം ആ ജുബ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഓടുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ ജീപ്പായിരുന്നു. കാരണം ഇവിടുത്തെ അറിയാമല്ലോ, പല മിക്കവാറും ഇടുക്കി കുടിയേറ്റ മേഖലയിലേക്ക് പോകും. അപ്പോൾ അവിടെയൊക്കെ ജീപ്പേ കയറുള്ളൂ, പിന്നെ കാറായി. പക്ഷെ പെട്ടെന്ന് ആ ഓട്ടമാണ് കാണുന്നത്. ആൾക്കാർ വരുന്നു, കാണുന്നു, പോകുന്നു എന്നുള്ള രീതി. പക്ഷേ പതുക്കെ വർഷങ്ങളങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ എന്തേരം അധ്വാനമുണ്ട്, എങ്ങനെയാണ് ജനങ്ങളുമായി ഡീൽ ചെയ്യുന്നത്. ഒരു കാര്യത്തെ ജനത്തിനൊരാവശ്യം രാത്രി 12 മണിക്ക് വരും, 1 മണിക്ക് വരും, 2 മണിക്ക് വരും. ഞാൻ കിടന്നുറങ്ങുമ്പോൾ വന്ന് ബെല്ലടിക്കും. അവർക്ക് ആ സ്വാതന്ത്ര്യമാണ്, എപ്പോൾ വേണേലും ഓടി വരാം. ചില പോലീസ് കേസായിരിക്കും, ആശുപത്രി കേസായിരിക്കും, ഇമ്മീഡിയറ്റ്ലി വണ്ടിയെടുത്ത് അങ്ങോട്ട് ഓടുവാണ്. അപ്പോൾ അത് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഒരു മനസ്സിലേക്ക് കടന്നു വരുന്നത്, എന്തേരം മാത്രം കഠിനാധ്വാനമുണ്ട്, എന്തേരം മാത്രം ഇതിനുള്ള ശ്രമമുണ്ട്. സ്ലോലി ഹീ ബിക്കേം എ ഹീറോ ഫോർ മീ. അപ്പം അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്. കാരണം ജനിച്ചപ്പോൾ ഞാൻ ഒരു സെക്ഷൻ്റെ ആദ്യത്തെ 65 അന്ന് തന്നെ ഇലക്ഷന് നിന്നു. അത് കഴിഞ്ഞ് 67 ഇലക്ഷന് നിന്നു, പിന്നെ 70-ലുണ്ടായിരുന്നു. പക്ഷേ ആ താങ്കൾ ജനിക്കുമ്പോൾ അച്ഛൻ MLA ആണോ? ജനിക്കുമ്പോൾ ആദ്യത്തെ മത്സരം. ഓക്കെ. അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പേ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഹിസ്റ്ററി ഞാൻ വായിച്ചല്ലെങ്കിൽ പുറകോട്ട് പഠിക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ പതുക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ എത്രമാത്രം ജനങ്ങളുമായി കണക്ട് ചെയ്തെന്നുണ്ട്. അതിനൊരു ചെറിയൊരു പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സാധാരണ രീതി ഞാൻ പുറത്തേക്ക് പോകും, പ്രത്യേകിച്ച് മറ്റ് ജില്ലകളിലേക്ക് പോകും. കാസർഗോഡ് പോകുന്നു, കണ്ണൂർ പോകുന്നു, ചിലപ്പോൾ ട്രെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഡൽഹിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു. പെട്ടെന്ന് ഒരാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ജോസ് കെ മാണി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അത് സ്വാഭാവികം ഒരു ഫോമൽ ക്വസ്റ്റ്യനാണല്ലോ. ജോസ് കെ മാണി. അടുത്ത പറയും, അത് ഞാൻ പറയാതെ എനിക്കറിയാം അടുത്ത ആൻസർ എന്താണെന്ന്, അടുത്തല്ലെങ്കിൽ അടുത്ത കാര്യം കോൺവെർസേഷൻ എന്താണെന്ന് പറയും. എനിക്ക് മാണി സാറിനെ അറിയാമെന്ന് പറയും. ഹൂ ഇറ്റ് മേ ബി, ആരാണേലും എനിക്ക് മാണി സാറിനെ അറിയാമെന്ന് പറയും. അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ പറയും. ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് മാണി സാറിന് എന്നെ അറിയാം. പക്ഷേ അത് ഞാൻ പറയുന്നത് 99.9% ആൾക്കാർ ഇത് തന്നെ പറയും. അപ്പോൾ ഞാൻ എപ്പോഴും വണ്ടർ ചെയ്യും, ഇതെങ്ങനെ ഇത്രയും കണക്ട് ചെയ്യുന്നതെന്ന്. അത് ഒരു ഇല്യൂഷൻ പോലെയാണ്. എന്താണ് എനിക്കറിഞ്ഞിട്ട് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മാണി സാറിനെ എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ വേറെ ഇതാണല്ലോ, ടോട്ടൽ കണക്ഷനാണല്ലോ. മറ്റേത് എനിക്ക് മാണി സാറിനെ അറിയാമെന്ന് ഓക്കെ, അത് തിരിച്ച് പറയാം. അപ്പോൾ അതൊക്കെ ഞാൻ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വലിയൊരു ഒരു ഹീറോ ആയിട്ട് തന്നെയാണ് എനിക്ക് വരുന്നത്.